ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. ഇറ്റ്സ് മീ ഷുഹൈദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സ് ചാപ്റ്റർ 1 സെറ്റ്സിൽ എക്സസൈസ് 1.4 ക്വസ്റ്റ്യൻ നമ്പർ 3. ഇഫ് എ ആൻഡ് ബി ആർ ടു സെറ്റ്സ് സച്ച് ദാറ്റ് എ സബ്സെറ്റ് ബി, എയും ബിയും രണ്ട് സെറ്റുകളാണ്. എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണ്. ദെൻ വാട്ട് ഈസ് എ യൂണിയൻ ബി? നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ചോദ്യം നമ്പറുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ ലെറ്ററുകൾ വെച്ചിട്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു ലെറ്ററുകളില്ലാത്ത അല്ലെങ്കിൽ നമ്പറുകളില്ലാത്തൊരു സെറ്റുകൾ ഇവിടെ പറയുന്നുണ്ട്. എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണ്. ഗിവൺ ദാറ്റ് എ ഇസ് ദ സബ്സെറ്റ് ഓഫ് ബി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയിലുള്ള എല്ലാ എലമെൻറ്റും എവിടെ ഉണ്ട്? ബിയിലുണ്ട് അല്ലേ? വിച്ച് മീൻസ് ഓൾ എലമെൻറ്റ്സ് ഓഫ് സെറ്റ് എ ബിലോങ്സ് ടു സെറ്റ് ബി. സെറ്റ് എയിലുള്ള എല്ലാ എലമെൻറ്റും എവിടെ ഉണ്ട്? ബിയിലുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ യൂണിയൻ ബി എന്തായിരിക്കും? ഇപ്പം സെറ്റ് എ ബി എന്ന് പറയുന്നതിൻ്റെ സബ്സെറ്റ് ആണ്. അപ്പോൾ ബിയിൽ ചിലപ്പോൾ എയിലില്ലാത്ത എലമെൻറ്റും ഉണ്ടാവും. സബ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ഏതെങ്കിലും എലമെൻറ്റുകൾ വെച്ചിട്ട് നമ്മൾ ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ സബ്സെറ്റ് ആണ്. ചിലപ്പോൾ ആ സെറ്റ് തന്നെയും സബ്സെറ്റ് ആയിട്ട് വരും. അപ്പോൾ ബിയിലുള്ള എയിലുള്ള എല്ലാ എലമെൻറ്റും എവിടെ ഉണ്ട്? ബിയിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ യൂണിയൻ എന്തായിരിക്കും? ബി അല്ലേ വരിക? ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷൻ അല്ലേ? കാരണം എൻ്റെയും ബിൻ്റെയും കോമ്പിനേഷൻ ആണ്. എയിലുള്ള എല്ലാ എലമെൻറ്റും എവിടെ ഉണ്ട്? ബിയിലുണ്ട്. അപ്പോൾ എ യൂണിയൻ ബി എന്തായിരിക്കും? ബി ആയിരിക്കും. ബിക്കോസ് ഓൾ ദ എലമെൻറ്റ്സ് ഇൻ എ ഓൾസോ ആൻ എലമെൻറ്റ് ഇൻ സെറ്റ് ബി. എയിലുള്ള എല്ലാ എലമെൻറ്റും എവിടെയുണ്ട്? ബിയിലുണ്ട്. അതുകൊണ്ട് എ യൂണിയൻ ബി ഈക്വൽ ടു എന്തായിരിക്കും? ബി ആയിരിക്കും.